ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നൈജീരിയക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് സാവോ ടോമെ പ്രിൻസിപ്പെ. രണ്ട് ദ്വീപ് സമൂഹങ്ങളാണ് ഇവിടെയുള്ളത്. സാവോ ടോമെ ദ്വീപ് സമൂഹവും പ്രിൻസിപ്പെ ദ്വീപ് സമൂഹവും. ഇത് രണ്ടും കൂടി ഒരു രാജ്യമാണ്. 2 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാഷ്ട്രമാണ് സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ രാജ്യം കണ്ടുപിടിച്ചത്. പിന്നീട് അവർ ഈ രാജ്യം ഭരിക്കുകയും ഫലഭൂയിഷ്ടമായ ഇവിടുത്തെ മണ്ണിൽ കരിമ്പ് തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കൊക്കോയും വെച്ച് പിടിപ്പിച്ചു. പിന്നീട് വമ്പിച്ച ആഭ്യന്തര കലാപവും സ്വാതന്ത്ര്യ സമരവും ഇവിടെ നടക്കുകയും 49 വർഷം മുമ്പ് സാവോ ടോമെ പ്രിൻസിപ്പെ ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. എങ്കിലും പോർച്ചുഗലുമായി ഇപ്പോഴും നല്ല ബന്ധമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരണസ്ഥിരതയും സമാധാനവും ഈ രാജ്യത്തിലുണ്ടായി. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോലെ കലഹങ്ങളും കലാപങ്ങളുമില്ലാതെ സമാധാനം നിറഞ്ഞ ഒരു രാജ്യമാണ് സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ. അതിന് കാരണം ഇവിടെയുള്ള ജനങ്ങൾ നല്ല ഫോർവേഡും ജനാധിപത്യ മര്യാദകൾ അറിയുന്നവരുമാണ്. കൂടുതലും ക്രിസ്തുമത വിശ്വാസികളായ സാവോ ടോമെ പ്രിൻസിപ്പെ രാജ്യക്കാർ ക്രൈസ്തവ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് നിർബന്ധമുള്ളവരാണ്. അതിനു പുറമെ പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിൽ ഇവിടുത്തെ സംസ്കാരവും ആചാരങ്ങളും സംഗീതവും എല്ലാം പോർച്ചുഗീസ് രീതിയിലാണ്. മുമ്പ് പോർച്ചുഗൽ ഭരിച്ചിരുന്ന രാജ്യങ്ങളുടെ സംഘടനയായ കമ്മ്യൂണിറ്റി ഓഫ് പോർച്ചുഗീസ് ലാംഗ്വേജ് കൺട്രീസിൽ സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ സാമ്പത്തിക മേഖല കൂടുതലും എസ്റ്റേറ്റുകളെ ആശ്രയിച്ചിരിക്കുന്നു. 90% ഭൂമിയും പലതരം എസ്റ്റേറ്റുകൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം പ്ലാന്റേഷനുകളും ഗവൺമെൻറ് ഉടമസ്ഥതയിലാണ്. കൊക്കോ തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഇവിടെയുണ്ട്. എങ്കിലും സാധാരണ ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുവാൻ സാവോ ടോമെ പ്രിൻസിപ്പയിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഭക്ഷ്യവസ്തുക്കൾ 90%വും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. മത്സ്യബന്ധനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. മനോഹരമായ ഈ ദ്വീപുകൾ നല്ല ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ്. എങ്കിലും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല. രാജ്യത്തുള്ള മിക്കവാറും എല്ലാ ബിസിനസ്സും ഗവൺമെൻറ് തന്നെ നടത്തുകയാണ്. അല്പം സ്വകാര്യവൽക്കരണം ഈ രാജ്യത്ത് നടത്തുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പുരോഗതി ഉണ്ടാകും. ലോകബാങ്കും IMFും കൂടുതൽ സ്വകാര്യ ബിസിനസ് രാജ്യത്ത് കൊണ്ടുവരണമെന്ന് സാവോ ടോമെ പ്രിൻസിപ്പയ്ക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാവോ ടോമെ പ്രിൻസിപ്പെ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് വിദേശത്തു നിന്നും ധാരാളം സഹായം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ലോകബാങ്കും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്കും വമ്പിച്ച ധനസഹായം നൽകുന്നുണ്ട്. അതിനു പുറമെ പോർച്ചുഗൽ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളും സാവോ ടോമെ പ്രിൻസിപ്പയെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് പോർച്ചുഗലുമായിട്ടാണ്. പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കളും മെഷീനറിയും ഇറക്കുമതി ചെയ്യുന്നത് പോർച്ചുഗലിൽ നിന്നാണ്. അടുത്ത കാലത്തായി സാവോ ടോമെ പ്രിൻസിപ്പയ്ക്ക് വമ്പിച്ച സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം വിദേശത്ത് നിന്നും ലഭിക്കുന്ന ധനസഹായം ഗവൺമെൻറ് വലിയ തോതിൽ ആഭ്യന്തര വിപണിയിൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ്. സാവോ ടോമിയിലെ മുഴുവൻ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ശരാശരി ആയുസ് 70 വയസ്സാണ്. രാജ്യത്തിൽ എല്ലാവർക്കും പൈപ്പ് വെള്ളവും വൈദ്യുതിയുമുണ്ട്. ടൂറിസം മേഖലയുടെ വികസനം രാജ്യത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നു. ധാരാളം റിസോർട്ടുകൾ സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ 20%വും കൊക്കോ ആണ്. അതുപോലെ വിമാനങ്ങളുടെ സ്പെയർ പാർട്ടുകളും വാഹനങ്ങളും ഉരുക്കും പ്ലാസ്റ്റിക്കും കാർഷിക ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നു. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്പിലേക്കും സിംഗപ്പൂർ, ജപ്പാൻ, ബ്രസീൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ്. ഈ രാജ്യത്തിൽ എല്ലാവരും പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്നു. സബ് സഹാറൻ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രാജ്യമായി സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ അറിയപ്പെടുന്നു. 93% സാക്ഷരത. എങ്കിലും സ്കൂളുകളിൽ ക്ലാസ് റൂമുകൾക്കും നല്ല അധ്യാപകർക്കും ഷോർട്ടേജ് ഉണ്ട്. പരീക്ഷകളിൽ മികച്ച നിലവാരം കാണിക്കാത്ത വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയും അതേ ക്ലാസ്സിൽ തന്നെ വീണ്ടും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പയിലെ രീതി. അതുകൊണ്ട് വിദ്യാഭ്യാസ ചെലവ് കൂടുതലാണ്. കേരളത്തിലെ പോലെ പഠിപ്പുള്ളവരെയും ഇല്ലാത്തവരെയും പാസ്സാക്കി വിടുന്ന ചാക്കിരി പാസ് സമ്പ്രദായം സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പയിലെ വിദ്യാഭ്യാസ വിദഗ്ധർക്ക് അറിയുകയില്ല എന്ന് തോന്നുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികൾ നാഷണൽ ICM എന്ന ഉന്നത വിദ്യാഭ്യാസ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പയിലും പഠിക്കുവാൻ സൗകര്യമുണ്ട്. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പയുടെ തലസ്ഥാനം സാവോ ടോമെ നഗരമാണ്.
രാജ്യത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രവും ട്രാവൽ ഹബ്ബും സാവോ ടോമെ നഗരം തന്നെയാണ്. 72,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. രാജ്യത്തിലെ ജനസംഖ്യയുടെ 1/3 തലസ്ഥാന നഗരിയിൽ തന്നെ താമസിക്കുന്നു. എല്ലാ ടൂറിസ്റ്റുകളും വരുന്നതും പോകുന്നതും സാവോ ടോമെ നഗരത്തിൽ നിന്നാണ്. കൊളോണിയൽ കാലത്തുണ്ടാക്കിയ വാസ്തുശില്പ മാതൃകകളും നാഷണൽ മ്യൂസിയവും രാഷ്ട്രപതിയുടെ കൊട്ടാരവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. സാവോ ടോമെ പട്ടണത്തിലെ ഫോർട്ട് സാവോ സെബാസ്റ്റ്യോ ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആകർഷണീയതയാണ്. രാജ്യത്തിലെ വ്യാപാരം മുഴുവൻ ഈ കോട്ടയ്ക്ക് ചുറ്റുമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മനോഹരമായ അനേകം ക്രിസ്ത്യൻ പള്ളികളും തലസ്ഥാന നഗരിയിലുണ്ട്. സാവോ ടോമെ നഗരത്തിലെ കസാ മ്യൂസിയം അൽമാഡ നെഗ്രിയസ് റെസ്റ്റോറൻറ്റ് പ്രാദേശിക വിഭവങ്ങൾ നൽകുന്നു. സോ നിക്കോള വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അതുപോലെ നഗരത്തിലെ ഓ പിറാട്ട റെസ്റ്റോറൻറ്റ് കടൽ തീരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വെയിറ്റർമാർ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ അറിയുന്നവരാണ്. കടലിലെ കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കുവാൻ അനുയോജ്യമായ ഒരു ടെറസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.